ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കല്ലുവും കാവ്യയും സ്കൂളിലേക്ക് പോകും വഴിക്കാണ് കല്ലുവിന് ലെറ്റർ കൊടുത്ത പയ്യനെ കാണുന്നുണ്ട്. കാവ്യ അവനെ കണ്ട് ഓടി അവന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും എന്റെ കത്തിൽ കല്യാണി വീണോ എന്ന് അവനും ചോദിക്കുക. അത് പാളി, ചേച്ചി കീറി കാറ്റി പറത്തി എന്നവൾ പറയുന്നത് കേൾക്കെ ടെൻഷനോടെ കല്ലുവിനെ ഒന്ന് നോക്കി എന്റെ ഈ ടഫ് ലാംഗ്വേജ് ആണോ പ്രശ്നം എന്നവൻ ചോദിക്കുന്നുണ്ട്. ചേച്ചി വായിക്കും മുമ്പേ കീറിക്കളഞ്ഞെന്ന് കാവ്യം. ഓ ടെറിബിൾ, ചിലപ്പോ ഇംഗ്ലീഷിൽ രാശി കാണില്ല, ഹിന്ദിയിൽ പിടിച്ചാലോ എന്നവൻ ചോദിക്കേ. ഏട്ടന്റെ ആണെന്ന് പറഞ്ഞ് വെള്ളക്കടലാസ് കൊടുത്താലും കീറിക്കളയുമെന്നാ എനിക്ക് തോന്നുന്നത് എന്ന് കാവ്യ. അവൻ വീണ്ടും ടെൻഷനോടെ കല്യാണി ഒന്ന് നോക്കിക്കൊണ്ട് അപ്പൊ ഇനി എന്ത് ചെയ്യും? എന്താ ഇതിനൊരു സൊല്യൂഷൻ? കാവ്യ പേടിക്കണ്ട, ചോക്ലേറ്റ് പഴയതിലും വലുത് വാങ്ങിത്തരാം എന്ന് പറയുമ്പോഴേക്കും കനിയും തന്റെ ബുള്ളറ്റിൽ അങ്ങോട്ടെത്തുക. അവൾ കല്ലുവിന്റെ അടുത്ത് ചെന്ന് ബുള്ളറ്റ് നിർത്തി ഇറങ്ങുമ്പോഴേക്കും അത് കാണുന്ന കാവ്യയും നല്ലൊരു സൊല്യൂഷനുമായിട്ട് എന്റെ കുഞ്ഞ് വന്നല്ലോ എന്ന് പറയേ. ദേ കാവ്യ, ഏത് കുഞ്ഞു വന്നാലും ചോക്ലേറ്റ് ഒന്നേ ഉള്ളൂ കേട്ടോ എന്നാ പയ്യനും പറയും. കനി അവരുടെ അടുത്തേക്ക് നടന്നെടുക്കുമ്പോഴേക്കും ഇതാണ് ഞാൻ പറഞ്ഞ കുഞ്ഞ എന്ന് കാവ്യയും. കനി അവനോടായി നീയാണോടാ കാമുകൻ റയാൻ എന്ന് ചോദിക്കുക. അവനും നാണത്തോടെ ചിരിക്കുക. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നീയൊരു വേന്ദ്രനാണെന്ന് കേട്ടല്ലോടാ എന്നവൾ ചോദിക്കുക ചമ്മലോടെ. അത് വെറുതെ എന്നവൻ. കനിയപ്പോഴേക്കും അവന്റെ ആ ലെറ്റർ എടുത്ത് നിവർത്തി പിടിച്ച് കാണിച്ചുകൊണ്ട് ഇത് ലോക സാഹിത്യത്തിലെ ക്ലാസിക് കടമു, നമുക്കിത് നോബൽ സമ്മാനത്തിന് അയച്ചാലോ എന്ന് ചോദിക്കേ. അയ്യോ വേണ്ട എന്ന് റയാൻ. നിന്നെ ജനിച്ചപ്പോഴേ സ്കൂളിൽ ചേർത്തോ എന്ന് കനി ചോദിക്കേ. ഇല്ലെന്നവൻ. നീ എങ്ങനെ +2 ആയടാന്ന് കനി ചോദിക്കേ. കണ്ടാ തോന്നില്ലെങ്കിലും എനിക്ക് പ്രായമുണ്ട് ചേച്ചി എന്നവൻ പറയേ. കനി ആ കത്തൊന്ന് ഓടിച്ച് വായിച്ചുകൊണ്ട് ഡിയറിന്റെ സ്പെല്ലിംഗ് പറഞ്ഞിടാം എന്ന് ചോദിക്കേ. അവനും പതർച്ചയോടെ DEE എന്ന് പറയുമ്പോഴേക്കും മതി മതി, നീ ആ ബുക്കും പെൻസിലും ഇങ്ങ് എടുത്തേ, മനുഷ്യന്റെ സമയം കളയാതെ പെട്ടെന്ന് എടുക്കടാ എന്ന് പറയുമ്പോഴേക്കും അവൻ ബാഗ് തുറന്ന് ബുക്കും പെൻസിലും എടുക്കുക. അവൻ ബുക്ക് എടുത്ത് തുറക്കുമ്പോഴേക്കും എഴുതിക്കോ എന്ന് പറഞ്ഞ് ഡിയറിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആയ DEAR പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഡിയർ, നാളെ വരുമ്പോഴേ 500 ടൈംസ് എഴുതിക്കൊണ്ട് വരണം എന്നവൾ പറയേ. എസ് മിസ് എന്ന് റയാനും. കനി വീണ്ടും ആ ലെറ്ററിലൂടെ കണ്ണോടിച്ച് ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ വിത്ത് മൈ ഹോൾ ഹെർട്ട് എന്ന് വായിച്ച് നിന്റെ തുളവീണ ഹൃദയം ഒന്ന് കാണിച്ചേടാ മോനെ എന്ന് പറയും. മിസ്സേ, മൈ മിസ്റ്റേക്ക്, അതും ഞാൻ 500 ടൈംസ് എഴുതിക്കോളാം എന്ന് അവന്. കല്യാണിയുടെ അച്ഛൻ ചിറയൂർ സർക്കിൾ ഇൻസ്പെക്ടർ ആണെന്നുള്ള കാര്യം നിനക്കറിയാം എന്ന് കനി ചോദിക്കേ. പരിഭ്രമത്തോടെ സർക്കിളോ? ഇല്ല മിസ് എന്ന് റയാനും. അതാണ് നിന്റെ ഏറ്റവും വലിയ മിസ്റ്റേക്ക്. ഞാനേ കല്യാണിയുടെ അച്ഛനെ നിനക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് അവൾ പറയേ. അവനും പേടിയോടെ അയ്യോ വേണ്ട മിസ് എന്ന് പറയും. കുഴപ്പമില്ലടാ, നമുക്ക് നേരിട്ട് പെണ്ണ് ചോദിക്കാലോ എന്ന് കനി പറയുമ്പോഴേക്കും അയ്യോ സോറി മിസ്, മൈ മിസ്, ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്യില്ല മിസ് എന്ന് കൈകൂപ്പി പരിഭ്രമത്തോടെ അവൻ പറയും. കനി കാവ്യയോടായി നിങ്ങൾ പൊക്കോ എന്ന് പറയുമ്പോഴേക്കും കാവ്യ കല്ലുവിനെ വിളിച്ചുകൊണ്ട് അവിടുന്ന് നടന്നു നീങ്ങുകയാണ്. കനിയും റയാന്റെ തോളിൽ ചേർത്ത് പിടിച്ച് വാ ബുള്ളറ്റിൽ കയറി, നിന്നെ പലർക്കും പരിചയപ്പെടുത്തി തരാം വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും സോറി മിസ്, മൈ മിസ്റ്റേക്ക്, ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്യില്ല പ്രോമിസ് എന്ന് പറയുന്നുണ്ടവൻ. എടാ നിനക്ക് എവിടുന്ന ഈ പിള്ളേർക്ക് ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കാൻ ഇത്രയും കാശ് എന്ന് കനി ചോദിക്കേ. അത് അമ്മൂമ്മയുടെ പെൻഷൻ കാശാ. നീ ആള് കൊള്ളാലോടാ, എന്തായാലും എനിക്ക് എല്ലാം ഒന്ന് അന്വേഷിക്കണം, നീ വാ എന്ന് വിളിച്ച് അവന് തന്റെ ബുള്ളറ്റിൽ കയറ്റിക്കൊണ്ട് പോവുകയാ. യാത്രക്കിടയിൽ മിസ്സേ എന്നെ പോലീസിന് കൊടുക്കല്ലെന്ന് അവൻ പറയും. നീ മിണ്ടരുത്, എന്തു ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് കനി. അങ്ങനെ അവൾ ഒരു തോടിന് കുറുകെയുള്ള പാലത്തിൽ വണ്ടി നിർത്തി നിന്നെ ഇനി പിടിച്ചിറക്കണം എന്ന് ചോദിക്കേ. വേണ്ട മിസ് എന്ന് പറഞ്ഞ് റയാനും വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാ. ഞാനേ പോലീസിനെ വിളിച്ചിട്ടുണ്ട്, അവരിപ്പോ ഇങ്ങെത്തി, നിന്റെ എല്ലാ വെകളിത്തരവും പോലീസ് തീർത്തു തരും എന്നവൾ പറയുന്നത് കേൾക്കെ. അയ്യോ വേണ്ട മിസ്സേ എന്ന് പരിഭ്രമത്തോടെ റയാൻ. പോലീസ് സ്റ്റേഷനിലെ ഇപ്പൊ CCTV വെച്ചിരിക്കുന്നോണ്ട് മൂന്നാം മുറയൊന്നും ചെയ്യാൻ പറ്റില്ല, ഇവിടെ ആവുമ്പം ഒരു CCTVയും ഇല്ല, മനുഷ്യന്മാരുമില്ല എന്ന് കനി പറയുന്നത് കേൾക്കെ. അയ്യോ മിസ്സേ, ഞാനൊരു തമാശക്ക് ചെയ്തതാ, സോറി, ഇനി ഞാൻ ഗേൾസിനെ നോക്കില്ല പ്രോമിസ് എന്നവൻ പറയേ. അതൊക്കെ നിനക്ക് വലിയ പാടാവുമെടാ എന്ന് കനി. ഇല്ല മിസ്, ഒരു പാടുമില്ല, എന്നെ പോലീസിന് കൊടുക്കല്ലേ, അവരെല്ലാ ഗേൾസിന്റെ കേസും എന്റെ തലയിൽ കെട്ടിവെക്കും എന്നവൻ പേടിയോടെ പറയേ. എടാ അതിരിക്കട്ടടാ, നിന്റെ തലയിൽ ഒരു കിരീടം പോലെ, നിനക്ക് തരാനുള്ള വേറൊരു ശിക്ഷ എന്നത് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഒരു സാറിന്റെ അടുത്താക്കുക എന്നുള്ളത് എന്നവൾ പറയുന്നത് കേൾക്കെ. അയ്യോ അത് വേണ്ട മിസ്സേ, 2 അടി തന്നാലും കുഴപ്പമില്ലെന്ന് അവൻ. വേണം, ഞാൻ നിന്റെ ലവ് ലെറ്റർ വായിച്ചതല്ലേ, പിന്നെ മേലാൽ കാവ്യക്ക് ചോക്ലേറ്റും കല്യാണിക്ക് കത്തും കൊടുത്തേക്കരുത് കേട്ടല്ലോ, കല്യാണിയുടെ പിന്നാലെ നടക്കുകയും ചെയ്യരുത് എന്ന് കനി പറയുന്നത് കേൾക്കെ. അവനും ആലോചനയോടെ നിൽപ്പാ. അത് കാണേ കനിയും നീ ഇപ്പോ എന്താ ചിന്തിച്ചതെന്ന് എനിക്കറിയാം, പിന്നാലെ നടക്കാനല്ല ഒപ്പം നടക്കാനാ ഇഷ്ടമെന്നല്ല എന്നവൾ ചോദിക്കേ. അവനും നാണത്തോടെ ചിരിക്കുക. അത് DQ, നീ എങ്ങാനും ഒപ്പം നടന്നാലേ നിന്റെ മുട്ടുകാലം ഞാൻ തല്ലിവിടും ഓർത്തോ എന്നവൾ പറയേ. ഇല്ല മിസ്, ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടേ ഇല്ല എന്നവനും. ദേ ഞാൻ ചുമ്മാ പറയുന്നതൊന്നുമല്ല, ഇനി പൂവാലം പരിപാടി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ പോലീസിലൊന്നും കൊടുക്കത്തില്ല, എനിക്കറിയാം നിന്നെ എന്ത് ചെയ്യണമെന്ന് കേട്ടല്ലോ എന്നവൾ ഭീഷണിപ്പെടുത്തുമ്പോഴേക്കും അവനും അനുസരണയോടെ തലകുലുക്കിയ. അവൾ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും റയാൻ അവളുടെ പുറകിലേക്ക് കയറാൻ തുടങ്ങിയ. അവൾ അവനെ തടഞ്ഞ് എങ്ങോട്ടാമോ കയറുന്നത് എന്ന് ചോദിക്കേ. സ്കൂളിലേക്കെന്ന് റയാനും. നിങ്ങളുടെ സ്കൂളിലേക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 12 കിലോമീറ്റർ ഉണ്ട്, ആഞ്ഞു നടന്നാലേ ഉച്ചയോടെ അവിടെ എത്തും എന്നവൾ പറയുന്നത് കേൾക്കെ. അയ്യോ എന്ന് റയാനും. കയ്യിൽ കൂടെയുണ്ടോന്ന് കനി ചോദിക്കേ. ഇല്ല മിസ്, വെയിൽ കൊള്ളുന്നത് നല്ലത്, വൈറ്റമിൻ D അല്ലേ, ഞാൻ എന്നാലേ പോകുവാണ്, നീ വഴി മാറിയാ എനിക്കറിയാൻ പറ്റും, നിന്റെ ദേഹത്തെ GPS ഉണ്ട് എന്നവൾ പറയുന്നത് കേൾക്കെ. റയാനും
ദേഹം മുഴുവൻ തപ്പാനായി തുടങ്ങുന്നുണ്ട്. അത് തപ്പിയാലും നോക്കിയാലും കിട്ടില്ല. പക്ഷേ ഞാൻ നിന്നെ നിരീക്ഷിക്കുന്നുണ്ടാവും. കയ്യിൽ വെള്ളമുണ്ടല്ലോ എന്നവൾ ചോദിക്കെ ഉണ്ടെന്ന് റയാൻ. അപ്പോ മോൻ വെള്ളമൊക്കെ കുടിച്ച് മെല്ലെ നടക്ക്. പിന്നെ പറഞ്ഞതെല്ലാം ഓർമ്മ വേണം. അതൊക്കെ ഓർമ്മ നിൽക്കാൻ വേണ്ടിയാണ് ഈ നടത്തം എന്നവൾ പറയേ ശരി മിസ് എന്നവൻ. പിന്നെ ഇംഗ്ലീഷ് ട്യൂഷന്റെ കാര്യം ഞാൻ ഏർപ്പാടാക്കും. കൃത്യമായിട്ട് പൊക്കോണമെന്ന് കനി പറയേ പോകാം മിസ് എന്നവനും സമ്മതിക്കുക. അതും പറഞ്ഞവൾ തന്റെ ബുള്ളറ്റും എടുത്ത് പോവേ റയാനും തിരിച്ച് സ്കൂളിലേക്ക് നടക്കാൻ തുടങ്ങുകയാ. പിന്നീട് റെജിയുടെ ട്രെയിനിങ് സെന്ററിലെത്തിയ സുജിയാണ് കാണിക്കുന്നത്. എന്തായാലും തടിയൊന്ന് കുറഞ്ഞിട്ടുണ്ടെന്ന് സുജി പറയേ. ദിവസവും 10-20 കിലോമീറ്റർ ഓടിയാ പിന്നെ തടി കുറയാതെ പിന്നെ കൂടോ എന്ന് റെജി ചോദിക്കുമ്പോഴാണ് കനി തന്റെ ബുള്ളറ്റിൽ അങ്ങോട്ടെത്തുന്നത്. അവളെ കാണെ അവർ പരിഭ്രമത്തോടെ നിൽക്കുമ്പോഴേക്കും അവളും ചിരിയോടെ തലയാട്ടിക്കൊണ്ട് ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങുക. അവൾ ചിരിയോടെ അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് ഇതാണല്ലേ വല്യമ്മ പറഞ്ഞ ആ ടഫ് ട്രെയിനിങ്? ഇവിടെ ഇങ്ങനൊക്കെ ചിലത് നടക്കുന്നുണ്ട് അല്ലേ എന്ന് കനി ചോദിക്കും. ഞാൻ ചേട്ടനെ കുറിച്ച് നട്ട്സ് കൊണ്ടുവന്നതാന്ന് സുജി. ഒരാളുടെ നട്ടും ബോൾട്ടും ഒന്നും ഊരി പോവാണ്ടിരുന്ന കൊള്ളാമെന്ന് കനി. അല്ല നീ എന്ന് എത്തിയടിന്ന് റെജി ചോദിക്കെ 1-2 ദിവസമായി ഞാനിങ്ങോട്ട് ടെൻഷനോടെയാ കയറി വന്നത്. ടഫ് ട്രെയിനിങ്ങിനിടെ കാണാൻ പറ്റുമോ, പെർമിഷൻ കിട്ടുമോ എന്നൊക്കെ പേടിച്ചാ ഞാൻ വന്നത് എന്നവൾ ചിരിയോടെ പറയേ. അത് പിന്നെ വീക്കെൻഡിൽ കുറച്ച് റിലാക്സേഷൻ ഉണ്ടേ എന്ന് റെജി. കണ്ടിട്ട് റിലാക്സേഷൻ ദിവസവും ഉള്ള പോലെ ഉണ്ടല്ലോ എന്ന് അവരെ നോക്കി ചിരിയോടെ കനി ചോദിക്കെ. ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നു, ഇവിടെ നിന്നുള്ള ഫുഡ് കൊണ്ട് മാത്രം ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് കിട്ടില്ല എന്ന് സുജി പറയേ. ഇതിപ്പോ എല്ലാ ന്യൂട്രിയൻസും ഉണ്ടല്ലോ അല്ലേ എന്ന് കനിയും ചോദിക്കുക. അതുകൾക്ക് നാണത്തോടെ ചിരിച്ചോണ്ട് ഇക്കാര്യം ആരോടും പറയണ്ട കേട്ടോ എന്ന് സുജി. ഏയ് ഞാൻ ആരോടും പറയത്തൊന്നുമില്ല. സ്റ്റാറ്റസ് ഇട്ടാ പ്രശ്നമുണ്ടോ എന്ന് കനി ചോദിക്കേ. ദേ കനി എനിക്ക് നല്ല പേടിയുണ്ട്, സാധിക്കല്ലേ എന്ന് റെജി. അന്ത ഭയം ഇരിക്കട്ടോ, ഞാനാണേൽ നട്ട്സും ഫ്രൂട്ട്സും ഒന്നും മേടിക്കാത്തോണ്ട് റെജി ചേട്ടന് ഇഷ്ടായോ എന്തോ എന്നവൾ പറയുന്നത് കേൾക്കെ കനി കൊല്ലാതെ എന്ന് റെജി. പിന്നെ വക്കീലിനോട് എനിക്ക് പറയാനുള്ളത് ഇവിടെ കൂടുതൽ വട്ടം ചുറ്റി റെജി ചേട്ടനെ ഫിസിക്കലിൽ പൊട്ടിക്കരുത് എന്ന് പറയേ. അയ്യോ ഞാൻ ടെസ്റ്റ് കിട്ടാനാ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് സുജി. ഫിസിക്കലി കിട്ടണമെങ്കിലേ ഇവിടെ വന്നുള്ള ഈ സപ്പോർട്ട് കുറയ്ക്കണം എന്ന് കനി ഉപദേശിക്കേ. ഞാൻ നിൽക്കുന്നില്ല, ഞാൻ ഇറങ്ങിയെന്ന് സുജി. അപ്പോഴേക്കും അവിടെ വിസിൽ മുഴങ്ങുന്നുണ്ട്. ഇറങ്ങേണ്ട നേരമൊക്കെ വക്കീലിന് നല്ല ബോധ്യമുണ്ടല്ലോ എന്ന് കനി ചോദിക്കേ. എടി ഞാൻ രാത്രി വിളിക്കാമെന്ന് റെജിയും കനിയോടായി പറയുന്നു. വക്കീലിനോട് രാത്രി വിളിക്കാമെന്ന് പറയുന്നില്ലേ എന്ന് കനി ചോദിക്കേ. നീ ഒന്ന് പോയെ. അപ്പൊ ശരി എന്നാ എന്ന് പറഞ്ഞ് റെജി ട്രെയിനിങ് സെന്ററിലേക്ക് പോവുക. പിന്നീട് രാത്രിയാവുമ്പോൾ കനി ആരും കാണാതെ വീടിന് പുറത്തിറങ്ങി കൃഷ്ണചന്ദ്രൻ സാറിനെ വിളിക്കുന്നുണ്ട്. സിറ്റ് ഔട്ടിലിരുന്ന് ബുക്ക് വായിക്കായിരുന്ന കൃഷ്ണചന്ദ്രൻ സാറും കനികയുടെ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഹലോ കനിക എന്ന് വിളിക്കേ. സാറിന് എത്ര കിലോമീറ്റർ സ്പീഡിൽ ഓടാൻ അറിയാമെന്ന് ചോദിക്കുന്നുണ്ട്. അമ്പരപ്പോടെ എന്താ എന്ന് കൃഷ്ണചന്ദ്രൻ സാർ ചോദിക്കേ. സാറിന് എത്ര കിലോമീറ്റർ സ്പീഡിൽ ഓടാൻ അറിയാമെന്ന് എന്ന് കനി ചോദിക്കേ. സാറും ഒരു ചിരിയോടെ ഇവിടെ നടക്കുന്നത് തന്നെ കഷ്ടപ്പെട്ടിട്ടാ കനി. അറിയാലോ എന്ത് പറ്റിയെന്ന് സാർ. ഞാൻ സാറിനെ ബോസായി സങ്കല്പിച്ച് നാളെ ആദ്യ നീക്കം പ്ലാൻ ചെയ്യുക എന്ന് കനി പറയുന്നത് കേൾക്കെ. അതെ അവസാനം എന്നെ പോലീസ് പിടിച്ചോണ്ട് പോവരുത് എന്ന് സാർ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല സാർ. എന്തായാലും മുൻപിൻ നോക്കാണ്ട് ഒരു ഓൾ ദി ബെസ്റ്റ് തന്നേക്ക് സാർ. ബാക്കി ഞാൻ ഏറ്റെന്ന് കനി പറയേ. ആണോ എന്നതാ പിടിച്ചോ. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഡിയർ കനി, എല്ലാം നല്ലതിനാവട്ടെ എന്ന് സാറ് വിഷ് ചെയ്യുമ്പോഴേക്കും താങ്ക് യു സാർ എന്ന് കനി. അപ്പോ അംഗം തുടങ്ങുവാണ് സാറേ എന്ന് കനി പറയേ. കാര്യങ്ങൾ ഗംഭീരമാവട്ടെ എന്ന് സാറും ആശംസിക്കേ. ഓക്കെ എന്ന് പറഞ്ഞ് കനിയും കോൾ വെക്കുക. പിന്നീട് ജോണിനെയും മേരിക്കുട്ടി ടീച്ചറെയും കാണാനായി കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ടീച്ചർ അമ്മയെയും വീണയെയും കനിയെയുമാണ് കാണിക്കുന്നത്. യാത്രക്കിടയിൽ കനി പറയുന്നുണ്ട് എനിക്കിങ്ങനെ യാത്ര ചെയ്യുമ്പോഴേ എന്റെ യൂറോപ്യൻ ട്രിപ്പാ ഓർമ്മ വരുന്നതെന്ന്. അത് കേൾക്കെ വീണയും ഈ പട്ടാളക്കാർ എന്ത് പറഞ്ഞാലും അവസാനം യുദ്ധത്തിലെത്തുമെന്ന് പറഞ്ഞതുപോലെയായി. കനി ഇപ്പോ എന്ത് പറഞ്ഞാലും യൂറോപ്പിലെത്തും എന്ന് പുച്ഛത്തോടെ പറയേ. ദേ ഞാൻ പുളുക്കഥയൊന്നുമല്ലല്ലോ പറയുന്നത്, ഉള്ളതല്ലേ എന്ന് കനി. ഇല്ലെന്നിപ്പോ ആരും പറഞ്ഞില്ലല്ലോ കുഞ്ഞെ എന്ന് ചെറിയമ്മ ചോദിക്കേ. ഞാൻ കണ്ട കൺട്രീസിന്റെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയണ്ടേ എന്ന് കനിയും ചോദിക്കേ. കനിക്കുട്ടി പറയേ ഞങ്ങൾക്ക് കേൾക്കണമെന്നേ എന്ന് ചെറിയമ്മ പറയേ. ഓ ട്രാഫിക് ഒന്നുമില്ലാതെ പെട്ടെന്ന് അങ്ങ് എത്തിയാൽ മതിയായിരുന്നു എന്ന് വീണയും അവളെ ദേഷ്യം പിടിപ്പിക്കാനായി പറയുന്നു. കനിയും ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കി ഡി എന്ന് വിളിച്ചുകൊണ്ട് നോക്ക് ചെറിയമ്മേ ചിരിക്കുന്നവള്. ഇവൾ ചിരിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പറയുമ്പോ ഇങ്ങനെ കളിയാക്കല്ലെന്ന് പറ എന്ന് കനി പറയേ. കളിയാക്കിയതല്ല ചക്കര, പ്രോത്സാഹിപ്പിച്ചതാ, നീ പറയടി എന്ന് ചെറിയമ്മ. ഇവൾക്ക് കനിയും സന്തോഷത്തോടെ കഥ പറയാൻ തുടങ്ങുകയാ. യുഎസിൽ നിന്ന് ഞാൻ നേരെ പോയത് ലണ്ടനിലേക്ക്. രാജവംശത്തിന്റെ ഒരു സുന്ദര നഗരം. ടേംസ് നദിക്കരയിലൂടെ നടക്കാൻ എന്തൊരു രസമാണെന്നറിയും എന്ന് പറഞ്ഞവൾ അത് ഓർത്തിരിക്കെ. അവിടുന്ന് മോളെ എങ്ങോട്ട് പോയി എന്ന് ചെറിയമ്മയും. ലണ്ടനിൽ നിന്നും ട്രെയിനിൽ നേരെ പാരീസ് എന്ന് കനി പറയേ. അതെ അവിടെയുള്ളതൊക്കെ ഞങ്ങൾക്കും അറിയാൻ കേട്ടു. ഈഫൽ ടവർ അല്ലേ എന്ന് വീണയും. ആടി ടവർ രാത്രി അടിപൊളിയാ, ലൈറ്റ് തെളിയുമ്പോഴേ സിറ്റി ഫുള്ള് തിള. പിന്നെ ഞാൻ റോമിലേക്കാ പോയത്, കൊളോസിയം കണ്ടു എന്നവൾ സന്തോഷത്തോടെ പറയേ. ഓഹോ എന്ന് അതിശയത്തോടെ ചെറിയമ്മ. നേരം നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ഗ്ലാഡിയേറ്റേഴ്സിന് ഓർമ്മ വന്നു. പിന്നെ പോയത് വെനീസിലേക്കായിരുന്നു എന്നവൾ പറയുന്നത് കേൾക്കെ വീണ അതൊന്നും മൈൻഡ് ചെയ്യാതെ കണ്ണടച്ചിരിക്കുക. കനി അവളെന്ന് തട്ടിക്കൊണ്ട് എടി നീ ഉറങ്ങുവാണ്, ദേ നമ്മള് വെനീസ് എത്തി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും ആഹാ അയ്യോ സ്ഥലം എത്താറായോ എന്ന് വീണയും ചോദിക്കും. പിന്നെ നീ വെനീസിലേക്കാണോ പോകുന്നേ എന്ന് കനി ചോദിക്കേ.
മേരിക്കുട്ടി ടീച്ചറുടെ വീടെത്തിയോന്നാ ഞാൻ ചോദിച്ചേ എന്ന് വീണ. കനി നീ ബാക്കി പറയടി എന്ന് ചെറിയമ്മ പറയേ. ഓ എനിക്ക് വയ്യ, മൂട് പോയി, ഇവൾ ഇത് കിടന്നുറങ്ങുവല്ലേ, വല്ലാത്ത മടുപ്പായി എന്നവൾ പരിഭവത്തോടെ പറയേ. മക്കള് പറയടി, ചക്കരയല്ലേ, നല്ല രസമുണ്ട്, യാത്ര ചെയ്യുന്ന പോലെ തന്നെ തോന്നുന്നുണ്ട്. ചെറിയമ്മ പറയുന്നത് കേട്ടിട്ട് കളിയാക്കാനല്ലേ എന്ന് കനി. അതെന്തിനാ കളിയാക്കുന്നേ, കനിക്കുട്ടി പറയടി എന്ന് ചെറിയമ്മ പറയുമ്പോഴേക്കും ആവേശത്തോടെ അവിടുന്ന് നേരെ സ്വിറ്റ്സർലൻഡിലേക്ക് എന്നവൾ പറയുന്നത് ഒയ്യോ അടിപൊളിയല്ലേ എന്ന് ടീച്ചർ അമ്മയും. അത് സംബന്ധിച്ച് അവിടെ മഞ്ഞു മൂടിയ ആൽപ്സ് പർവ്വത നിരകൾ എന്നവൾ പറയുന്നത് കണ്ണടച്ചിരിക്കുകയായിരുന്ന വീണയും ഒരു കണ്ണ് തുറന്ന് അവളെ നോക്കുമ്പോഴേക്കും അത് കാണുന്ന കനിയും ഡി എന്തോന്നെന്ന് ചോദിച്ച് അവളെ അടിക്കുന്നുണ്ട്. ചുമ്മാ കളിയാക്കുവല്ലേ നീ എന്ന് കനി ചോദിക്കേ. ഞാൻ നിന്നെ ശ്രദ്ധിച്ചതായെന്ന് വീണയും. മനസ്സിലായെന്ന് പറഞ്ഞ് കനി അവളുമായി അടിയുണ്ടാക്കുമ്പോഴേക്കും അടങ്ങിയിരിക്കും പിള്ളേരെ എന്ന് പറഞ്ഞ് ചെറിയമ്മയും അവരെ വഴക്കു പറയും. ദേഷ്യത്തോടെ അവളെ നോക്കിയിരിക്കുന്ന വീണയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. താനും ചെറിയമ്മയും വീണയും മേരിക്കുട്ടി ടീച്ചറും ജോണും താമസിക്കുന്ന വാടക വീട്ടിലെത്തിയിട്ടുണ്ടെന്നും താൻ ആ ബോംബ് പൊട്ടിച്ചെന്നും കനി കൃഷ്ണചന്ദ്രൻ സാറിനെ വിളിച്ചറിയിക്കുന്നതും ടെൻഷനോടെ ഇരിക്കുന്ന ജോണിനെ കാണിക്കുന്നതും എല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.